ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലെ സമാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളെ, പ്രവർത്തകരെ, സഹോദരന്മാരെ, ഏതാനും മാസങ്ങളായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ ചെറിയ ചില വിവാദങ്ങൾക്ക് വഴി ഒരുക്കിയിട്ടുള്ള പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു കേശം കേരളത്തിനടുത്തുള്ള, കോഴിക്കോടിനടുത്തുള്ള ഒരു കേന്ദ്രത്തിൽ പ്രദർശിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ രീതിയിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ബിദ്അഈ പ്രസ്ഥാനങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പ്രവാചകനെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് വിശ്വാസി സമൂഹത്തെയുമൊക്കെ പരിഹസിച്ചുകൊണ്ടുള്ള വ്യാപകമായ പ്രചാരണങ്ങൾ മറുഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് SKSF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണ സമ്മേളനം നടത്താൻ നിർബന്ധിതരായിരിക്കുന്നത്. ഈ സമ്മേളനം അനിവാര്യമായ സന്ദർഭത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പോലെയുള്ള ഉത്തരവാദപ്പെട്ട ഒരു മത പണ്ഡിത സഭയുടെ ഔദ്യോഗികമായ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ അതിൻ്റെ ബാധ്യതയാണ് നിർവഹിക്കുന്നത്. ഇത് കേവലം ആരെയെങ്കിലും വിമർശിക്കുന്നതിന് വേണ്ടിയോ ആരോടെങ്കിലുമുള്ള സംഘടനാപരമായ വിരോധം തീർക്കുന്നതിന് വേണ്ടിയോ അത്തരത്തിലുള്ള എന്തെങ്കിലും താല്പര്യം ഇതിൻ്റെ പിന്നിലില്ല. നേരെ മറിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ വളരെ പവിത്രമായി, വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുകയും കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യേണ്ട ഒരു വിഷയത്തെ, ഒരു സംഗതിയെ ചില സംഘടനകളുടെ സാമ്പത്തികമായ താല്പര്യത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് അതിനെ വാണിജ്യവൽക്കരിക്കാനും ചൂഷണം ചെയ്യുവാനുമുള്ള ശ്രമങ്ങൾ മതത്തിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ നിർവഹിക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ സംഘടന ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ച അതേ രീതി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ ഒരു വിശദീകരണം നടത്തേണ്ട അനിവാര്യതയുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വിശദീകരണ സമ്മേളനം നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മാത്രമല്ല, ഇതിന്റെ നിജസ്ഥിതി പറയാൻ, ഇതിനെക്കുറിച്ച് സത്യസന്ധമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് സംസാരിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSFനാണ് സാധിക്കുക എന്നുകൂടി ഈ കൺവെൻഷൻ തെളിയിക്കുകയാണ്. അതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പ്രവാചകന്റേതെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു തിരുശേഷിപ്പുകൾ എവിടെയെങ്കിലും പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് കൈവശം കൊണ്ടു നടക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ബാധ്യത അത് ആധികാരികമായി സ്ഥിരീകരിക്കുക എന്ന ഒരു ബാധ്യതയാണ്. അത് ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് മാത്രം മനസ്സിലായാൽ മതി എന്ന സങ്കുചിതത്വം ഒരിക്കലും ഒരു വിശ്വാസി സമൂഹത്തിൽ യോജിച്ചതല്ല.
മാത്രമല്ല, ഇവിടെ ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള ആധാറുകൾ വളരെ പവിത്രമായി സൂക്ഷിക്കപ്പെടുകയും അത് പരിപാലിക്കപ്പെടുകയും ആവശ്യക്കാർക്ക് കാണിച്ചു കൊടുക്കാനും ബർക്കത്തെടുക്കുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തിൽ, ഡൽഹിയിലെ ഷാഹി ജുമാ മസ്ജിദിലും പ്രവാചകന്റെ ചില തിരുശേഷിപ്പുകൾ ഉണ്ടെന്നറിഞ്ഞ് ഈ കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ഒരു സംഘടനാ പ്രവർത്തകനെ അങ്ങോട്ട് അയക്കുകയും അവിടെ ചെന്നുകൊണ്ട് അതിനെക്കുറിച്ചുള്ള നിജസ്ഥിതി അറിയാൻ വേണ്ടി ആ സംഘടനാ പ്രവർത്തകൻ എത്തിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം, ആ വിദ്യാർത്ഥിയെ അത് സൂക്ഷിക്കുന്ന, അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്നിരുത്തി അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞുകൊടുക്കുകയും അതിന്റെ സനത് ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു കൈപ്പുസ്തകം, സൗജന്യമായി വിതരണം ചെയ്യുന്ന കൈപ്പുസ്തകം ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഏത് സാധാരണക്കാരനും അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ കൃത്യമായി ആധികാരികമായി സനത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രവണതയാണ് ഇത് കൊണ്ടു നടക്കുന്ന, ഇത് സൂക്ഷിക്കുന്ന പല കേന്ദ്രങ്ങളിലുമുള്ളത്. നേരെ മറിച്ച് കോഴിക്കോട്ട് അടുത്ത ദിവസം പ്രത്യക്ഷപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ സനത് തേടി നമ്മുടെ ഒരു പ്രവർത്തകൻ തന്നെ അവിടെ മുൻകൂട്ടി അറിയിച്ച് അവരുടെ ചില സംഘടനാ പ്രവർത്തകരുടെ കൂടി അനുവാദത്തോടുകൂടി ചെന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ സനത് കാണിച്ചു കൊടുക്കാൻ സന്നദ്ധമാകാതെ ഇരിക്കുന്നത് സ്വാഭാവികമായും അതിൽ ദുരൂഹതയുണർത്തുന്നു എന്നതുകൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട പല നീക്കങ്ങളും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാനും അത് ഒരു വിവാദവും കോലാഹലവുമില്ലാതെ അത് മറ്റുള്ള ചില ബിദഈ പ്രസ്ഥാനങ്ങൾക്ക് മുതലെടുപ്പ് നടത്താനുള്ള അവസരം സൃഷ്ടിക്കാത്ത വിധം വളരെ ഭംഗിയായി പരിഹരിക്കാൻ ആവശ്യമായ ശ്രമങ്ങളൊക്കെ നടത്തുകയും അതിന് ബന്ധപ്പെട്ട കക്ഷികൾ ഒരിക്കലും സന്നദ്ധമാകാതെ അവർക്കതിന്റെ സനതോ മറ്റു തെളിവുകളോ അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തുകയും ആ ഘട്ടത്തിൽ പോലും അതിന്റെ പേരിൽ വലിയ ചൂഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണ സമ്മേളനം നടത്താൻ സംഘടന നിർബന്ധിതരായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എന്റെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, വിവിധ മഹല്ലുകളിൽ നിന്ന് വന്നിട്ടുള്ള മഹല്ല് ഭാരവാഹികൾ, ഖാദിമാർ, ഖത്തീബുമാർ, സംഘടനാ പ്രവർത്തകർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആമുഖമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സമസ്തകല ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സമാദരണീയനായ ജനറൽ സെക്രട്ടറിയും ദാറുൽ ഹുദ സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദവി ഉസ്താദ് അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ അധ്യക്ഷരെ, സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, പൗരപ്രമുഖരെ, പ്രവർത്തകരെ, വളരെ പരിമിതമായ സമയത്തിനകം നമ്മുടെ വിഷയം സംബന്ധമായ കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീർക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടതുകൊണ്ട് ചുരുങ്ങിയ നിമിഷങ്ങൾക്കകം എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും ഇൻഷാ അല്ലാഹ്. ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ഒരു പാഠം ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമൻ, ഖണ്ഡിതമായ വിവരമില്ലാത്ത ഒരു വിഷയത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇൽമ എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായ ജ്ഞാനം. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, മനുഷ്യൻ്റെ കാത്, മനുഷ്യൻ്റെ കണ്ണ്, മനുഷ്യൻ്റെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, സർവത്തെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എവിടെയെന്നെങ്കിലും എന്തെങ്കിലും ശബ്ദം ഉയരുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ അന്ധമായി പോവുക എന്നത് മുസ്ലിമിൻ്റെ സ്വഭാവവും അല്ല. ഇൽമ്, അറിവ്, വിജ്ഞാനം, അത് ദീനിൻ്റെ ജീവനായി പ്രഖ്യാപിച്ച ദീനാണ് നമ്മുടെ ദീൻ. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഏതെങ്കിലും വിഷയം നാം വിശ്വസിക്കുന്നുവെങ്കിൽ, അംഗീകരിക്കുന്നുവെങ്കിൽ ഖണ്ഡിതമായ ജ്ഞാനം അതിൽ നമുക്കുണ്ടാകണം. അത് ഇല്ല എന്നതാണ് ഇവിടെ പരാമൃഷ്ട വിഷയത്തിലുള്ള പ്രശ്നം. ഏകദേശം 3 ആഴ്ച മുൻപാണ് എൻ്റെ ഒരു പ്രസ്താവന പത്രങ്ങളിൽ വന്നത്. അതായത് മൗലിദ് ആഘോഷം നബിദിനാഘോഷം ലോകരാഷ്ട്രങ്ങളിൽ എന്ന
ദാറുൽ ഹുദായിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രസാധനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിലുണ്ടായിരുന്നു. റബീഉൽ അവ്വൽ അവസാനം. അന്ന് ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു പരാമർശം നടത്തിയത് പത്രങ്ങളിൽ വന്നു, വലിയ വാർത്തയായി പല ആളുകളും വിളിച്ച് ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി. അന്ന് ആ പ്രസ്താവനക്ക് എനിക്ക് പ്രചോദകമായത് ഈ തിരുകേശങ്ങളുടെ ആധിക്യം ഒന്ന് മാത്രമായിരുന്നു. ആയിരക്കണക്കിന് മുടികൾ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അതിൽ നിന്നൊരു കഷ്ണം കേരളത്തിലെ ഒരാൾക്ക് നൽകി എന്നതായിരുന്നു വാർത്ത. ഏത് പൊട്ടനും മനസ്സിലാക്കാവുന്ന വിധത്തിൽ അത്രമാത്രം ആധിക്യമുള്ളതായിരുന്നു ഈ മുടികളുടെ എണ്ണം. ഒന്ന്, അത് സംബന്ധിച്ച ഫോട്ടോകൾ എനിക്ക് ലഭിച്ചു വിശ്വസ്തരായ ആളുകളിലൂടെ. ആ ഫോട്ടോ എടുക്കപ്പെട്ടതാകട്ടെ ഈ വിവാദമുണ്ടായ ശേഷമല്ല, 2009 2 വർഷങ്ങൾക്ക് മുൻപ് എടുക്കപ്പെട്ട ചിത്രങ്ങളാണത്. ഒരാൾ മാത്രമല്ല, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ദാറുൽ ഹുദായിൽ നിന്ന് ബിരുദം നേടിയ അലവിക്കുട്ടി ഹുദവി ആ പറയപ്പെട്ട വീട്ടിൽ പോവുകയും അവിടെ അദ്ദേഹം ഒരു 5-8 മിനിറ്റ് പ്രഭാഷണം നടത്തുകയും ചെയ്തു. അതിന് സഹായകമായത് ഈ കക്ഷി നേരത്തെ ദാറുൽ ഹുദായിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇയാൾ അവിടെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ ലോക്യം ബന്ധമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇയാൾക്ക് അറബിയിൽ സംസാരിക്കാനും കഴിയും എന്നാണ് ഒരു അനുബോധന പ്രഭാഷണം എന്ന നിലക്ക് 5-8 മിനിറ്റ് അയാൾ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ധാരാളം മുടികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയാൾക്കും അവിശ്വസനീയത തോന്നി. അങ്ങനെ അയാൾ അതിൻ്റെ ഫോട്ടോ എടുത്തു. അയാളെ കൂടാതെ വേറെയും അബുദാബിയിലുള്ള ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത മറ്റൊരാൾ, ഉദാഹരണത്തിന് എടപ്പാളിലെ മൊയ്തുണ്ണി ഹാജിയുടെ മകൻ മുജീബും ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോകളും സൂക്ഷിച്ച് വെക്കപ്പെട്ടിട്ടുണ്ട്. 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത്രയധികം മുടികൾ, ആ മുടികളാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ 50, 60, 70 ഒക്കെ സെന്റിമീറ്ററുകൾ നീളമുള്ള മുടികളാണ് അദ്ദേഹം അവിടെ പ്രദർശിപ്പിച്ചത്. ചിത്രം ഇവിടെ വിശദമായി സംസാരിക്കപ്പെടുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഓരോ വിഷയവും വളരെ വ്യക്തമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്, പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. കിതാബുകളതുണ്ട്, ഇൽമിൻ്റെ ആളുകൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മളിവിടെ പ്രധാനമായി ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എന്ന് പറയപ്പെടുന്ന ഏതും വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും ശരീരത്തിൻ്റെ ആധാറുകളാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അതിന് സനദ് വേണം എന്നുള്ളതാണ്. ഇതിൻ്റെ സനദിൽ വളരെ വ്യക്തമായ അസ്പഷ്ടതയുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ മുൻപിൽ വായിക്കപ്പെട്ട സനദ് എന്നാണ് ഇത് സംബന്ധിച്ച് ഇവർ മൊത്തമായി മുബഹമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വായിക്കപ്പെട്ട സനദ് യഥാർത്ഥത്തിൽ മുടിയുടെ സനദല്ല, അത് കുടുംബ സനദാണ്. ആ വായിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിൻ്റെ സനദാണ് വായിക്കപ്പെട്ടത്. നമുക്കൊക്കെ ഉണ്ടാകും, നമ്മളത് സൂക്ഷിച്ച് പഠിച്ചു വെക്കാറില്ല എന്ന് മാത്രം. നമ്മുടെ വാപ്പാൻ്റെ വാപ്പ, അതിനാണ് കുടുംബ സനദ് എന്ന് പറഞ്ഞു. ഈ കുടുംബ സനദാണ് അവിടെ വായിക്കപ്പെട്ടിട്ടുള്ളത്. കുടുംബ സനദ് വായിച്ചാൽ എൻ്റെ കയ്യിലൊരു മുടിയുണ്ടായി, ആ മുടി നബിയിൽ നിന്ന് കിട്ടിയതാണ് എന്നതിന് സനദാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ട നമ്മുടെ ഒരു പ്രവർത്തകൻ പോയി. അദ്ദേഹം പോകുന്നതിന് മുൻപ് തന്നെ ആ വിവരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് മാർഗദർശനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. പക്ഷേ അരി എത്ര എന്ന് ചോദിച്ചതിന് പയർ അഞ്ഞാഴി എന്നാണ് അവിടെ മറുപടി കിട്ടിയത്. പിന്നീട് നിങ്ങൾ സനദ് തരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ വന്നത് എന്ന്, അതുകൊണ്ട് നിങ്ങൾ ഷെയ്ഖുനാനോട് ഒന്നുകൂടി ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നാ സനദ് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വായിച്ചു കൊടുത്തത് ഈ വടക്കേ ഇന്ത്യൻ സനദ. അത് ബറക്കാത്ത് ഈ സാദാത്യങ്ങൾ കൊടുത്തു എന്നാണ് ആ സനദിനെ പറ്റി പറഞ്ഞത്. വല്ലാത്തൊരു സഫാഹത്ത് തന്നെയല്ലേ ഇത്. ബറക്കാത്ത് ഈ സാദാത്യങ്ങൾ ഐദറൂസി തങ്ങന്മാർ തന്നതാന്ന് പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ ബാലവി തങ്ങന്മാർ തന്നതാന്ന് പറഞ്ഞ മാതിരിയാണത്. ബറക്കാത്തി സാദാത്യങ്ങൾ തങ്ങന്മാരെ വലിയൊരു പരമ്പര അവർ തന്നതാന്ന് പറഞ്ഞാൽ സനദായോ? ഇന്നയാളിൽ നിന്ന് ലഭിച്ച ഇയാൾ വായിച്ചത് കുടുംബ സനദാണ്.
അയാളെ വായിച്ചത് ഫഹാദ സനദും മിന്നി അന അൽ വാദിഉ സഹീഹി ഫീ ഖിതാമി അൽ മുഖയ്യിദു ഇസ്മി വമുഖയ്യിദു ഇസ്മി ഹുനാ ലിബയാനിഹി വഇഅലാനിഹി അദ്ദക്തൂർ അശ്ശൈഖ് അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഫുലാൻ ഓ ഫുലാൻ ഓ ഫുലാൻ. ആളുകൾ പേരൊക്കെ ഇവിടെ ഉണ്ട്. അതിന് മുന്നിലുള്ളതൊക്കെ ഒഴിവാക്കി ഞാൻ പറഞ്ഞുതരാം പേര് വേണമെങ്കിൽ. അഹമ്മദ്, മുഹമ്മദ്, അഹമ്മദ്, ഹസൻ, മുഹമ്മദ് അലി, മുഹമ്മദ് അഹമ്മദ്, അബ്ദുള്ള, അഹമ്മദ് ഹിലാൽ, അബ്ദുള്ള ഹിലാൽ, അബ്ദുറഹ്മാൻ സഅദ്, ഹിലാൽ, സയീദ്, സൈഫ്, അബ്ദുറഹ്മാൻ, ഹസൻ, മുഹമ്മദ്, ഇസ്ഹാഖ്, ഇബ്രാഹിം, അഫ്ലഹ്, റാഫിഅ, ഇബ്രാഹിം, അഫ്ലഹ്, അബ്ദുറഹ്മാൻ, ഉബൈദ് താബിഈ, റിഫാഅ, റാഫിഅ ഇബ്നു മാലിക് ഇബ്നു ഇജ്ലാൻ. ഇത് അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയാണ്. അത് ഈ അദ്ദേഹം പ്രഖ്യാപിച്ചതിൽ നിന്ന് വ്യക്തമാണ്. അന ഫഹാദ സനദും മിന്നി അന. മാത്രമല്ല ഇത് ഒരു വ്യാജനിർമ്മിതമായ സനദാണ് എന്ന് തോന്നുന്നതാണ് ഇവിടെ ഇബാറത്ത്. അല്ലാഹു അലം. സനദും മിന്നി പറഞ്ഞാൽ എൻ്റെ വകയായിട്ടുള്ളൊരു സനദാണെന്നാ. എൻ്റെ സനദാണെന്ന് പറയാൻ അറബി പഠിച്ചവരാണ് കുറേ ആൾക്കാർ സനദി എന്നാ പറയേണ്ടത്. ഫഹാദ സനദും മിന്നി, എൻ്റെ വകയായിട്ടുള്ളൊരു സനദാണ് അന. കാസറ്റ് മാർക്കറ്റുകൾ കിട്ടും, പരിശോധിച്ച് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഫഹാദ സനദും മിന്നി അന അൽ വാദിഉ സഹീഹി ഫീ ഖിതാമി. ഇതിന്റെ സാക്ഷീകരണം ഞാൻ അതിന്റെ അവസാനം ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. ഓ മുഖയ്യിദു ഇസ്മി ഹുനാ ലിബയാനിഹി വഇഅലാനിഹി. എൻ്റെ പേര് ഞാനിവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദക്തൂർ അശ്ശൈഖ് അഹ്മദ് ഇലാ മാലിക് ഇബ്നു ഇജ്ലാൻ. വബിഹി അഷ്ഹദ് അന്നി നഖൽതു ഇലാ അബൂബക്കർ മുസ്ലിയാർ അമാനത വഹിഫ്ള വസിയാനത വഖിദ്മത അസരിൻ അദീമിൻ ലിസയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ. ഞാനിവിടെ അബൂബക്കർ മുസ്ലിയാർക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തിരുശേഷിപ്പ് കൈമാറുകയാണ്. അല്ലത്തി ശറഫനില്ലാഹു ബി ഇന്തിഖാലിഹാ ഇലയ്യ. അത് എന്നിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു എനിക്ക് ഔദാര്യം ചെയ്തിട്ടുണ്ട്, എനിക്ക് മഹത്വം നൽകിയിട്ടുണ്ട് എന്നിലേക്ക് എത്തിച്ചേരാൻ. ബി അസാനീദിഹാ അസ്സഹീഹ, അതിൻ്റെ ശരിയായ സനദുകളിലൂടെ. മേൽ പറഞ്ഞ സനദല്ല, മേൽ പറഞ്ഞ സനദാണ് ബി സനദിൽ മദ്കൂർ എന്ന് പറയേണ്ടത്. നേരത്തെ കുടുംബ സനദ് പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ബി ഇന്തിഖാലിഹാ ഇലയ്യ ബി അസാനീദിഹാ സഹീഹ അൽ മുതവാതിറ അൽ മുത്തസിലത്തി ഇലൽ ഹദ്റത്തി ത്വാഹിറത്തി നബവിയ്യ സലവാത്തു റബ്ബി വസലാമുഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസിഫത്തുഹു, ഈ തിരുശേഷിപ്പ് എന്താണെന്ന് വെച്ചാൽ ഷാറ ഷരീഫ മിൻ ഷാഇരി റഅസി ഷരീഫ് ബിസ്തിഫാ ദായിമ. നബി തങ്ങളുടെ തിരു ശിരസിലുള്ള ഒരു കേശമാണ്. ബി അംരിൻ മിൻ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയനുസരിച്ചാണ് ഞാനിത് അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുക്കുന്നത്. എല്ലാ മോമിനിയങ്ങൾക്കും അതിൻ്റെ ഉപകാരം കിട്ടാൻ വേണ്ടിയാണ്. അതിന് ഇന്ന ആളുകളൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആളുകളും മുപ്പര കുട്ടികളും പേരെ കുട്ടികളൊക്കെയാണ്. പേര് വായിച്ചാൽ അറിയാം. അഷേഖ് മുഹമ്മദ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, റിയാബ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, മൻസൂർ ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, ഫാരിസ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്. വേറെ കൂടെയുള്ള രണ്ടാൾക്കാരും. ഇതാണ് സനദ്. ഈ സനദ് എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ആട്ടിനെ പട്ടിയാക്കുന്നൊരു ഏർപ്പാടാണ്. സനദ് ആദ്യം വായിക്കുക, കുടുംബ സനദ് വായിക്കുക. എന്നിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയത് സഹീഹായ സനദിലൂടെയാണ്, ഈ സനദിലൂടെ അല്ല. ഈ സനദിലൂടെ അല്ല എന്ന് മനസ്സിലാക്കാൻ ഇയാളെ പാപ്പാക്ക്, അങ്ങേയറ്റത്തുള്ള പാപ്പാക്ക് മുടി കിട്ടിയതായ ഒരു തെളിവുമില്ല. ഒന്ന്. രണ്ടാമത്, ഈ പാപ്പാക്ക് ഈ ആയിരക്കണക്കിന് മുടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ 14 നൂറ്റാണ്ട് കാലം അത് ഒരാൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുക എങ്ങനെ? മക്കൾ ചോദിക്കുമല്ലോ, പാപ്പ നിങ്ങളെടുത്ത് ആയിരക്കണക്കിന് മുടിയില്ല, എനിക്ക് ഒരു മുടി തരണം. അങ്ങനെ 14 നൂറ്റാണ്ടുകളുടെ ഒരു വെച്ചാൽ കഴിയുമല്ലോ. പിന്നെ ഇയാളെടുത്ത് ഈ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഈ 5 or 6 മുടിക്കെട്ടുണ്ട്. 5 or 6 മുടിക്കെട്ട്. മുടിക്കെട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും അറിയാം. പെണ്ണുങ്ങൾ ഉമ്മാരൊക്കെ പറയാലോ മുടിക്കെട്ട് എന്ന്. വൈക്കോലും കെട്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു കുപ്പി രക്തം എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്. അതുപോലെ ഒരു കുപ്പി വെള്ളം എന്ന് പറഞ്ഞാൽ വേറൊരു കണക്കുണ്ട്. എന്നതുപോലെ 5 or 6 കെട്ട് മുടികൾ ഫോട്ടോ എടുക്കപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടും. ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ ഒക്കെ ആകട്ടെ ഇവർ ഭീഷണ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. അത് എൻ്റെ കള്ളത്തരത്തിലേക്കുള്ള ഒന്നാമത്തെ ഒരു സൂചനയാണ്. ഭീഷണമായി. ഇന്നലെ ഒരാൾ എനിക്ക് വിളിച്ചു ചോദിച്ചു, ഈ യോഗം നിർത്തിവെച്ച് നമുക്ക് മസ്ലഹത്തായി കൂടെയാണ്. ഈ മസ്ലഹത്താണ് രണ്ട് കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ഈ മുടിക്കെട്ടിലോട്ട് ആദ്യം വയ്ക്കുന്ന ഒരു സംശയമില്ല. അയാൾ പറഞ്ഞു,
എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മുടിയാകാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കുരുത്തക്കേട് കെട്ടൂല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ എനിക്ക് പേടിയുണ്ടാവും, പക്ഷെ ഇത് 100% നുണയാണ്, കെട്ടി ഉണ്ടാക്കിയതാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനത് നിഷേധിക്കുന്നത്. ഈ വിഷയം വെച്ച് ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥികൾ ചെമ്മാട നഗരത്തിൽ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മഹത്വവയാത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, നല്ലതായിരിക്കും. 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് നശിപ്പിക്കപ്പെട്ടു. പോലീസ് ചെന്നപ്പോൾ പോലീസ് പറഞ്ഞു, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വന്ന സമയത്ത് നിങ്ങളത് വലിയൊരു വിവാദം ഉണ്ടാക്കിയാൽ മോശമാണ്, അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ പോയിക്കോളി കുട്ടികളെ പറഞ്ഞയച്ചു. അതിൽ പറയുന്നത് ഫുലാൻ ഇന്ന് തിരുകേശം കൈമാറിയ ഖസ്റജി ആയിരക്കണക്കിന് വ്യാജ കേശങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചു? ഈ കിട്ടിയ ആൾക്കാർ ആയിരക്കണക്കിന് മുടി എന്നാണ് എനിക്കൊരു മുടി കിട്ടിയെന്ന് പറയണില്ല. ആയിരക്കണക്കിന് മുടി അവിടെ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു. ഇനി ഇവിടെ അങ്ങൊക്കെ ബോധ്യമാവും ഇൻഷാ അല്ലാഹ്. ഖസ്റജ് കൈവശം വെക്കുന്ന തരത്തിന് 1/2 മീറ്ററും 1 മുഴത്തോളവും വലിപ്പമുള്ള നീണ്ട മുടികൾ പ്രവാചകൻ വെച്ചിരുന്നു എന്നതിന് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ സാധിക്കുമോ? നബിക്ക് അങ്ങനെ മുടി ഉണ്ടായിരുന്നു തെളിയണമല്ലോ. എങ്കിൽ സ്ത്രീകളെപ്പോലെ മുടി വെക്കാൻ ഫുലാനും അനുയായികളും തയ്യാറാവുമോ? ഇതൊക്കെ ആ ബോർഡിലുണ്ടായിരുന്നതാണ്. 1/2 മീറ്ററിലേറെ നീളമുള്ള ഖസ്റജിയൻ മുടിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു വാങ്ങിയത് കേരള മുസ്ലിങ്ങളുടെ പ്രബുദ്ധതയെക്കുറിച്ച് തികഞ്ഞ അവബോധമുള്ളത് കൊണ്ട് തന്നെയാണോ? 70 സെന്റിമീറ്റർ നീളമുള്ള മുടിയായിട്ട് ഇവിടെ വന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ പറയാൻ പറ്റില്ല അത് നബിൻ്റെ മുടിയാണെന്ന്. അപ്പോൾ അതുകൊണ്ടൊരു കഷ്ണം വാങ്ങി എന്നാണ് പറഞ്ഞത്. 10 കൊല്ലം ഞങ്ങൾ പിന്നാലെ നടന്നിട്ട് ഒരു കഷ്ണം മൂപ്പര് മുറിച്ചു തന്നു. മർക്കസ് സമ്മേളനത്തിൽ ഫുലാൻ പറഞ്ഞത് ഹജ്ജത്തുൽ വിദാഇന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിതരണം ചെയ്ത മുടികളാണെന്നും വ്യക്തമായ സനദോടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് ഇത് എന്നുമാണ്. 10 വർഷമായി ഞാനും ഫضൽ തങ്ങളും തിരുകേശത്തിന് വേണ്ടി ഖസ്റജിയുടെ പിന്നിൽ നടക്കുന്നു. അവസാനം തിരുമേനിയുടെ സ്വപ്നദർശനം ലഭിച്ച അദ്ദേഹം തിരുകേശത്തിന്റെ ചെറിയ കഷ്ണം മുറിച്ചു തരാൻ തയ്യാറാവുകയായിരുന്നു. എങ്കിൽ 10 വർഷം മുമ്പ് ഖസ്റജി കുടുംബം തിരുകേശം കൈകാര്യം ചെയ്തിരുന്നതിന് തെളികൾ നൽകാൻ സന്നദ്ധമാണോ? അവിടെ 10 കൊല്ലം മുമ്പ് അഥവാ 10 കൊല്ലമല്ല, ഇയാളെ വാപ്പ മരിച്ചിട്ട് 2006 ഇയാളെ വാപ്പ മരിച്ചത്. ആ കാലം വരെ അവിടെ അങ്ങനെ ഒറ്റ മുടി പോലും ഇല്ല എന്നതിന് എല്ലാ കൊല്ലവും അവിടെ നബിദിന സമ്മേളനത്തിനും മൊഹീദ്ദീൻ റാത്തി ഷെയ്ഖിൻ്റെ മൗലൂദിനും പിന്നെ വറാത്തിരാവിൻ്റെ അന്നും 25ാൻ്റെ അന്നൊക്കെ പൊതുപരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വാപ്പ. ആ കാലത്ത് ധാരാളം മലയാളികൾ അവിടെ പങ്കെടുക്കാറുണ്ട്. കാരണം കേരളീയരുമായി അവരവരുടെ അടുത്ത് ബന്ധമുള്ള ആൾക്കാർ. ബാപ്പ 2006 പിതാവ് മരിക്കുന്നത് വരെ അവിടെ അങ്ങനെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി പ്രദർശിപ്പിക്കപ്പെട്ടതായി ചരിത്രമില്ല, ആർക്കും അറിയില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഹജ്ജത്തുൽ വിദായിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിതരണം ചെയ്ത മുടിക്കഷ്ണങ്ങൾ 1/2 മീറ്ററോളം നീളമുണ്ടായിരുന്നോ? അത് തെളിയിക്കേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ മുടിയുടെ കണക്ക് ശമായിൽ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിരുകേശത്തിന് തിരക്ക് കൂട്ടുന്ന ആയിരക്കണക്കിന് സ്വഹാബികൾക്കിടയിൽ ഒരാൾ മാത്രം ആയിരക്കണക്കിന് മുടികൾ എങ്ങനെ കൈവശപ്പെടുത്തി? ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പലർക്കും 1 മുടി കിട്ടി, ചിലർക്കൊക്കെ 2 മുടി കിട്ടി, അവരത് വളരെ പരിശുദ്ധമായി സൂക്ഷിച്ചു എന്നൊക്കെ ഉണ്ട്. ഈ 1 മുടി 2 മുടി എന്നൊക്കെ പറഞ്ഞത് വേറെന്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഘടകമാണ്. ഈ മുടികൾ സൂക്ഷിച്ചു വെക്കപ്പെട്ട സ്ഥലത്തൊക്കെ ഉള്ളത് ചെറിയ ചെറിയ മുടികളാണ്. ചെറിയ ചെറിയ മുടി പറഞ്ഞാൽ 1/2 ഇഞ്ച്, 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ചൊക്കെ വലിപ്പമുള്ള മുടികളാണ് പല സ്ഥലത്തും ലോകത്ത്. ഉദാഹരണമായി ഇസ്തംബൂളിലെ തോപ്കാപ്പി മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട പല മുടികളുമുണ്ട്. ആ മുടി ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് പലപ്പോഴും. കൈറോവിൽ അസ്ഹറിൻ്റെ അടുത്ത് മസ്ജിദുൽ ഹുസൈനി ഉണ്ട്. മസ്ജിദുൽ ഹുസൈനിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ആസാറും തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ മുടിയുണ്ട്, ചെറിയ മുടിയാണ്. മറ്റു പല സ്ഥലങ്ങളിലും സൂക്ഷിക്കപ്പെട്ട മുടികളൊക്കെ ചെറിയ 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 മുടികളാണ്. അതിന് 1 മുടി 2 മുടിയൊക്കെ ഉണര സ്ഥലത്ത്, കൈറോവിൽ സിറിയയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു പള്ളിയിൽ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ലെബനോണിൽ ഒരു പള്ളിയിൽ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ലത്തീഫിയ വെല്ലൂരിൽ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെയുള്ള മുടികൾ ചെറിയ 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 മുടികളാണ്. 1 മുടി കഷ്ണത്തിന് തന്നെ വളരെ അമൂല്യമായ വില കൽപ്പിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ 5-6 മുടിക്കെട്ടുകൾ നബിയുടേതാണ് എന്ന പേരിൽ രംഗത്ത് നമ്മൾ കാണുന്നത്. മറ്റൊന്ന്, ലോകത്ത് അപൂർവമായി സൂക്ഷിക്കപ്പെടുന്ന തിരുകേശ കഷ്ണങ്ങൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് മുടികൾ ഒരിടത്ത് സൂക്ഷിക്കുന്ന വിവരം ചരിത്രത്തിൽ എവിടെയും രേഖപ്പെട്ട് കാണാത്തത് എന്തുകൊണ്ട്?
ബാക്കിയുള്ള മുടികളെ പറ്റിയൊക്കെ ചരിത്രങ്ങളുണ്ട്, അതത് ഗ്രന്ഥങ്ങൾ. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഡൽഹി ജുമാ മസ്ജിദിൽ നിന്ന് ചരിത്രമുള്ള സനദുള്ള ബുക്കിലെറ്റ് കൊടുത്തു. എല്ലാ സ്ഥലത്തും അങ്ങനെ സനദ് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 5-6 മുടിക്കെട്ടുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സൂക്ഷിക്കുന്നുണ്ടെന്ന് ലോകത്ത് എവിടെയും ചരിത്രമില്ല. ആയിരക്കണക്കിന് മുടികൾ കൈവശം വെച്ചിരുന്ന വ്യക്തി വാദമനുസരിച്ച് കുടുംബപരമായി ലഭിച്ചതാണ്. നീണ്ടകാലം ഔക്കാഫ് മന്ത്രി പദം വഹിക്കുകയും, ഇയാളുടെ വാപ്പ UAE ഔക്കാഫ് മന്ത്രിയായിരുന്നു നീണ്ടകാലം, മന്ത്രിപദം വഹിക്കുകയും ലോകത്തിന്റെ പല ഭാഗങ്ങൾ സന്ദർശിക്കുകയും, കേരളത്തിലും വന്നിട്ടുണ്ട്, കോഴിക്കോട്ടും ചെയ്തിട്ടും എന്തുകൊണ്ട് ഒരിടത്തെങ്കിലും ആ മുടിയുടെ വിവരം പറയുകയോ UAE ഗവൺമെന്റിന് ഒരൊറ്റ തിരുകേശത്തിന്റെ നാരുപോലും നൽകാതിരിക്കുകയോ ചെയ്തത് എന്തുകൊണ്ട്? പ്രവാചക ശരീരത്തിൽ നിന്ന് വേർപെട്ട ശേഷവും മുടികൾ നീളം കൂടിക്കൊണ്ടിരിക്കും എന്നാണ് ഇപ്പോൾ അതിന് അവസാനം വ്യാഖ്യാനം വന്നിട്ടുള്ളത്. നീണ്ട മുടി 70 സെന്റിമീറ്റർ നീളമുള്ള മുടി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ മുടി വളരുന്നുണ്ട് എന്ന്. ഈ മുടിയല്ലാതെ നേരത്തെ പറയപ്പെട്ട ലോകത്ത് സൂക്ഷിക്കപ്പെട്ട ഒരൊറ്റ മുടിയും വളരുന്നില്ല, ഈ മുടി മാത്രമേ വളരുന്നു. മാത്രമല്ല ഇവരെ കയ്യിൽ തന്നെ 2-3 മുടിക്കഷ്ണങ്ങൾ ഉണ്ട് എന്നാണ് മഹാനവറുകൾ പ്രഖ്യാപിച്ചത്. ഈ മുടിയെ വളരുന്നുള്ളൂ, മറ്റേ 2 കണ്ടും വളരുന്നില്ല. ഷെഹറെ മുബാറക്ക് മസ്ജിദിന്റെ ഫീച്ചർ പ്രസിദ്ധീകരിച്ചു ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ, ഗൾഫിലുള്ള. അതിൽ ഈ മുടിൻ്റെ വർത്താനമില്ല, മുടിയുടെ വർത്താനയിൽ പറഞ്ഞിട്ടില്ല, പള്ളി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൾഫിലുള്ള മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ അറബികളെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ കള്ളക്കമ്പനി പൊളിഞ്ഞു പോകുമെന്ന് ഭയന്നതുകൊണ്ട് അവിടെ മുടിയുടെ വിവരം പരക്കെ 100% മൂടി വെച്ച് പള്ളി ഉണ്ടാക്കുന്ന കാര്യം മാത്രം പറഞ്ഞിരിക്കുന്നു പത്രത്തിൽ. ലാർജസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ കമ്മിങ് അപ്പ് അറ്റ് കോഴിക്കോട്. തിരുകേശ സംരക്ഷണത്തിനായി ലോകത്ത് എവിടെയും ഒരു പള്ളി ഉണ്ടാക്കിയിട്ടില്ല, നിക്കാര പള്ളി പോലും ഉണ്ടാക്കിയിട്ടില്ല. ഹസ്രത്ത് ബാൽ മസ്ജിദ് ഉണ്ട് കാശ്മീരിൽ. അത് ആ മുടി വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയല്ല. പള്ളി ഉണ്ടാക്കിയ ശേഷം പിൽക്കാലത്ത് മുടി അവിടെ വെക്കപ്പെട്ടത് കൊണ്ട് പിന്നെ വിശുദ്ധ കേശത്തിന്റെ പള്ളി എന്നതിന് പേര് വന്നതാണ്. അപ്പോൾ പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ എൻ്റെ എന്തെങ്കിലും ബക്കായ ഉണ്ടെങ്കിൽ നേരെ മറിച്ച് അത് ഉപയോഗിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മൗനാനുവാദം നൽകിയിട്ടുണ്ടെങ്കിലും അത് വെക്കാൻ നിങ്ങൾ പള്ളി ഉണ്ടാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ പിന്നിൽ വേറെ ഗൂഢലക്ഷ്യമുണ്ട്. ഇനി സനദിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഈ കിതാബ് ഇതിൻ്റെ പുതിയ എഡിഷനാണ്. എൻ്റെ കയ്യിലിത് കുറേ നേരത്തെ ഉണ്ട്, ഇത് എൻ്റെ കയ്യിലുള്ള കോപ്പിയാണ്. പുതിയ എഡിഷനാണ് അഷ്റഫ് ഫൈസിൻ്റെ കയ്യിലുള്ളത്. അദ്ദേഹം ഇത് സംബന്ധിച്ച് വിശദമായി ഇവിടെ പറയും. സനദിനെ സംബന്ധിച്ച് ഇതിലും പറഞ്ഞിട്ടുണ്ട്, സനദിനെ സംബന്ധിച്ച് ഇതിലും പറയുന്നുണ്ട്. മുടിക്ക് സനദ് വേണ്ടതാണ്, വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് SKSSFും ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ അതൊരു വിഷയമായി ഏറ്റെടുത്തത്. എന്തിനാ പെങ്ങൾ ഇതായിട്ട് നടക്കണമെന്ന് ചോദിച്ചാൽ ഡോക്ടർ അഹമ്മദ് ഖസ്റജി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ കിതാബിന്റെ താല്പര്യമനുസരിച്ചാകുന്നു എന്നാണ് അതിന് മറുപടി. എന്താണ് ഈ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, സനദു ഷാറത്തിൻ നബവിയ ഷരീഫ് അൽ മുബാറക്ക ഈ കിതാബിൽ പറയുന്നുണ്ട്. ഈ കിതാബിന്റെ 76-ാം പേജിൽ സനദു ഷാറത്തി ഷരീഫ് അൽ മുബാറക്ക, നല്ല സുന്ദരമായ കടലാസിൽ ഭംഗിയായി അച്ചടിച്ച കിതാബാണ്. സനദുണ്ട്, 2 സനദ്. ഇപ്പോൾ ഇവിടെ കുന്നമംഗലത്തിനടുത്തുള്ള മുടിക്ക് 2 സനദ് ഇവരടുത്തേനുണ്ട്. ഒന്ന് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വഴി വരുന്ന സനദ. ഇതേ ഡോക്ടർ അഹമ്മദുമായി നടന്ന ഇന്റർവ്യൂ, നേർക്കുനേരെ അയാൾ പറഞ്ഞു കൊടുത്ത വസ്തുതകൾ സുന്നി വോയിസിൽ വന്നിട്ടുണ്ട്, അതിവിടെ വിശദീകരിക്കും. അതിൽ പറഞ്ഞത് ഗൗസുൽ ആലം വഴിയായി കിട്ടിയ മുടിയാണ് എന്നാ. അപ്പൊ സനദ് നമ്പർ 1. രണ്ടാമത്തെ ഞാൻ നേരത്തെ വായിച്ചു, 34 ആളെ പേര് വായിച്ചു. ആ 34 ആളെ പേരിലും ഗൗസുൽ ആലം ഇല്ല. അപ്പൊ ഗൗസുൽ ആലം ഉള്ള സനദ്, ഗൗസുൽ ആലം ഇല്ലാത്ത സനദ്, 2 സനദ് ഇവരെ കയ്യിൽ തന്നെയുണ്ട്. ഏതാണ് ശരി എന്ന് സമൂഹത്തോട് പറയേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. ഈ സനദ്, ഈ ഒരു പേജിൽ സനദിനെ പറ്റിയുള്ളത്. സനദു ഷാറത്ത് നബവിയ്യ ഷരീഫ് അൽ മുബാറക ഖാല അൽ ഇമാം അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അൽ ഇസ്നാദു മിനദ്ദീൻ വലൗല അൽ ഇസ്നാദു ലഖാല മൻ ഷാഅ മാ ഷാഅ. ഇസ്നാദ്, സനദ് എല്ലാറ്റിനും വേണം. ചുരുക്കം ولأهمية وجلالة وعظيم هذا الأمر نعرف أنه لا بد من التثبت والتحقق من صحة نسبة الشعر الشريف لسيد الخلق محمد صلى الله عليه وسلم، ونحن لا يفوتنا الاهتمام والعناية بأمر سند الشعر الشريف. لذلك وبفضل الله ومنته وجوده وإحسانه وتكرمه علينا نقول في بيان هذا الأمر كما هو موثق عندنا بالأختام والتواقع والشهود. ചുരുക്കം
സനദ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ ഗൗരവവും അടിസ്ഥാനപരവുമാണ് എന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന തിരുശേഷിപ്പുകളിലും മുടിയിലുമൊക്കെ സനദ് വളരെ ഗൗരവമായി വിലയിരുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ പറയുന്നു. ഇവിടെ ഏതാനും സനദുകളുണ്ട്, ഈ ഗ്രന്ഥകാരന്റെ അടുത്തുള്ള സനദുകളാണ്. ഒന്ന്, അവലൻ ഷാറ ഷരീഫ യഊദു ഇസ്നാദുഹാ ഇല സുൽത്താൻ സലീം അസ്സാനി അൽ ഉസ്മാനി. ഉസ്മാനിയ ഖിലാഫത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഖലീഫയാണ് സലീം ഉസ്മാനി. അദ്ദേഹം വഴിയായുള്ള, അത് വിശദീകരിച്ച് അവരവരുടെ കയ്യിലുണ്ട്. സാനിയൻ, ചുരുക്കത്തിൽ ഗൗസുൽ ആലം മുഖേനുള്ളതല്ല. രണ്ട്, ഷാറ നബവിയ സക്കിയ യഊദു ഇസ്നാദുഹ ഇല സുൽത്താൻ അബ്ദുൽ മജീദ് അൽ ഉസ്മാനി വാലിദു സുൽത്താൻ അബ്ദുൽ അമീദ് അൽ ഉസ്മാനി. വേറെ ഒരു ഉസ്മാനി സുൽത്താൻ അബ്ദുൽ മജീദ് മുഖേനയുള്ള വേറെ ഒരു സനദ്, അതിലും ഗൗസുൽ ആലമില്ല. ثالثا شاعر نبوية مطهرة يعود إسنادها إلى السلطان عبد الحميد الثاني العثماني. സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ വഴിയുള്ള വേറെ ഒരു സനദ് 3, അതിൽ ഗൗസുൽ ആലമില്ല. ഷഅറ മുഅല്ലമ മുബാറക നബവിയ يعود إسنادها من طريق سيد القطب عبد القادر الجيلاني رضي الله عنه إلى سيدنا العباس عم رسول الله من طريق الحسين عن أخيه الحسن عن أبيهما علي رضي الله عنه. ഹസൻ ഹുസൈൻ അലിയിലേക്ക് ചെന്നു ചേരുന്നത് ഇവർ കാണിച്ച സനദിൽ അതില്ല. ഇസ്താറാത്തു സാഹൽ ഖസ്റജിയ അബുദാബി ദൗലത്തുൽ ഇമാറാത്തിൽ അറബിയ മുത്തഹിദ. ടെലിഫോൺ നമ്പർ, ഫാക്സ് നമ്പർ, പോസ്റ്റ് ബോക്സ് നമ്പർ കതിമുണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രമേ പ്രസാധകന്റെ പേര് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇവിടുന്ന് വായിക്കുന്നത്. ഉള്ളിൽ കൊടുത്തിട്ടില്ല, പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ പാപ്പാന്റെ പേര്, പാപ്പാന്റെ ഫോട്ടോ, പാപ്പാന്റെ പേരുള്ള ഇഹ്ദാ ഒക്കെ പരസ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മുടി ഇവിടെ കൊണ്ടുവന്നെടുത്ത ഡോക്ടർ അഹമ്മദിന്റെ കിതാബാണിത്. ബാക്കി വിവരങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ വഴിയെ വരുന്ന ആളുകൾ സംസാരിക്കും. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെ തെക്കൻ കേരളത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു. ഇവര് റസൂലുള്ളാഹിന്റെ ആഹാരമൊക്കെ നിഷേധിക്കുന്ന ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ നദിവിയുണ്ട്, നദിവികളൊക്കെ മുജാഹിദീങ്ങളാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെയുള്ള പ്രചാരണം നടക്കുന്നതായി വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല പ്രചാരണങ്ങൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകളെ സംബന്ധിച്ച് ഡോക്ടർ അഹമ്മദിന്റെ കിതാബിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മസ്ലക്ക് എന്താണോ അത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നേർമാർഗം പിൻപറ്റാനും സത്യം അനുധാവനം ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പേരിൽ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിനന്ദനായ പണ്ഡിതരെ, ബഹുമാന്യരായ മഹല്ല് ഭാരവാഹികളെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മഹത്തായ സംഗമത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി ബോധ്യപ്പെടാനും ബാത്തിലിനെ ആ നിലക്ക് ബോധ്യപ്പെട്ട് തിരസ്കരിക്കാനും ഹക്കിനെ പ്രചരിപ്പിക്കാനും അഷ്റഫുൽ ഖൽഖിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. SKSF സംസ്ഥാന കമ്മിറ്റി ഈ സന്ദർഭത്തിൽ ഇങ്ങനൊരു കൺവെൻഷൻ നടത്താൻ നിർബന്ധിതരായി തീർന്നതാണ്. സംസ്ഥാന SKSF-നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സംഘടനകൾ നടത്തുന്ന പ്രചരണങ്ങളെ സംഘടനാപരമായി അസമയത്ത് ഖണ്ഡിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നത് അതിന്റെ പാരമ്പര്യത്തിലില്ല. തികച്ചും അവസരോചിതവും സന്ദർഭോചിതവും അനുസരിച്ചുകൊണ്ടാണ് ഈ വിശദീകരണ കൺവെൻഷൻ ഇവിടെ നടത്തുന്നത്. ചില തെറ്റായ പ്രചരണങ്ങൾ പല ഭാഗത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. എന്തുകൊണ്ട് SKSF ഈ സമയത്ത് ഇത്തരമൊരു കൺവെൻഷൻ നടത്തി? കഴിഞ്ഞ ചില്ലറ ദിവസത്തോളമായി പ്രചണ്ഡമായ പ്രചരണം ഗൾഫ് നാടുകളിലും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായ എന്ന് പറയപ്പെടുന്ന ഒരു കേശം പ്രദർശിപ്പിക്കുകയും അതിട്ട വെള്ളം
വാണിജ്യവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ മോമിനിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണത നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അതിന്റെ സത്യം എന്തെന്ന് ബോധ്യപ്പെടുത്താനുമാണ് ഈ കൺവെൻഷൻ നടത്തുന്നത്. ഏതെങ്കിലും സംഘടനകളെ എതിർക്കുക എന്നത് ഇതിന്റെ ലക്ഷ്യമല്ല. സ്വന്തം സംഘടനയെ പ്രചരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുക എന്നതും ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നില്ല. മറിച്ച് യഥാർത്ഥ സത്യം എന്താണെന്ന് ബോധ്യപ്പെടണം. ആ ഒരു സതുദ്ദേശത്തോടു കൂടി മാത്രമാണ് എസ്കെഎസ്എഫിന്റെ ഈ പൊതുവേദി നടത്താൻ എസ്കെഎസ്എഫിനെ പ്രേരിപ്പിച്ചത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം ബഹുജനസാമാന്യത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗവും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്. സുന്നികളെ സംബന്ധിച്ച് ചില തെറ്റായ ധാരണ ബിദ്അഈ സംഘടനകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. കെട്ടുകഥകളും മിത്തുകളും ഐതിഹ്യങ്ങളും പേക്കിനാവുകളും കിട്ടിയാൽ മതി സുന്നികൾക്ക് അനുഷ്ഠാനങ്ങളായി സ്വീകരിക്കാൻ. അത്തരം മിത്തുകളുടെയോ അയഥാർത്ഥ്യങ്ങളുടെയോ ഐതിഹ്യങ്ങളുടെയോ പേക്കിനാവുകളുടെയോ പിന്നാലെ സുന്നികളില്ല. ആരെങ്കിലും എന്തെങ്കിലും സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോഴേക്കും, ഏതെങ്കിലും ഭാവനയിൽ ചില നിഗമനങ്ങൾ നെയ്തെടുക്കുമ്പോഴേക്കും അതെണ്ണാക്ക് തൊടാതെ വിഴുങ്ങി ആചരിക്കാനും പ്രചരിപ്പിക്കാനും അനുഷ്ഠിക്കാനും സുന്നി സമൂഹം ഇന്ന് വരെ പോയിട്ടില്ല. ആ പണി ചില ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവർക്കത് വിശ്വാസമായിരിക്കാം. അവരുടെ നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ജദബിന്റെ ഹാലിലാണ് എന്ന് പോലും സ്വീകരിച്ച് അത്തരക്കാരെ സ്വീകരിക്കുന്നവരുമുണ്ടായിരിക്കാം. പക്ഷെ അവിടെ സുന്നികളെ കിട്ടുകയില്ല. സുന്നികൾക്ക് കൃത്യമായ തെളിവ് ആവശ്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ ബിദ്അഈ സംഘടനകളോട് ആധികാരികമായി എസ്കെഎസ്എഫിന് പറയാനുള്ളത്, സുന്നികളെ അത്തരം മിത്തുകളുടെയും ഐതിഹ്യങ്ങളുടെയും പിന്നാലെ പോകുന്നവരെന്ന തെറ്റായ പ്രചരണം അവസാനിപ്പിക്കണം. കേരളത്തിലെ സുന്നി സമൂഹം തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്തും സ്വീകരിച്ചിട്ടുള്ളൂ. ഏതെങ്കിലും ചില ഒറ്റപ്പെട്ട വ്യക്തികളും ചില വ്യക്തിപൂജകരും ചില നൈമിഷികമായ സ്വാർത്ഥ താല്പര്യമതികളും ചെയ്തു കൂട്ടുന്ന പ്രവർത്തനം സുന്നികളുടെ പേരിൽ എഴുതി പിടിപ്പിക്കുന്നത് ശരിയല്ല. അത് ഏത് പത്രങ്ങൾ എഴുതിയാലും ഏത് ബിദ്അഈ നേതാക്കന്മാർ എഴുതിയാലും ശരി, തെളിവ് ആവശ്യമാണ്. ഞങ്ങൾ ഈ വേദിയിൽ ആവശ്യപ്പെടുന്നത് പൂർണ്ണമായും ഒന്നിനെയും കണ്ണടച്ച് എതിർക്കുകയല്ല, എന്തും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞു നിൽക്കുകയുമല്ല. തെളിവ് വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇന്ന് വരെ ലഭ്യമായിട്ടില്ല ഈ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്നതിന്. അതുകൊണ്ട് അതുണ്ടാകുന്നത് വരെ ഞങ്ങൾ തെളിവ് അന്വേഷിക്കും. എന്നാണോ ആ തെളിവ് തരുന്നത് അന്ന് ഞങ്ങളത് സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിക്ക് ബർക്കത്തുണ്ട്. പ്രവാചകർ ശ്രേഷ്ഠരുടെ തിരുശേഷിപ്പുകൾക്ക് ബർക്കത്തുണ്ട്. രക്തത്തിന്റെ ബർക്കത്തുണ്ട്, വിയർപ്പിന്റെ ബർക്കത്തുണ്ട്, റസൂലുള്ള തൊട്ടതിന്റെ ബർക്കത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ശേഷിപ്പുകൾക്കും അനുഗ്രഹീതമാണ്, ബർക്കത്താണ്. അതെവിടെ ഉണ്ടായാലും, അതെവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാലും കൃത്യ തെളിവിന്റെ അടിസ്ഥാനത്തിലെങ്കിൽ അത് സ്വീകരിക്കാൻ കേരളത്തിൽ, ലോകത്ത് സുന്നത്ത് ജമാഅത്ത്, പ്രത്യേകിച്ച് കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ പ്രവർത്തകന്മാരും തയ്യാറാണ്. പക്ഷെ അത് ഉണ്ടാവാത്ത പക്ഷം, ഇല്ലാത്ത കഥകളുടെ പിന്നാലെ ആളെ കൂട്ടാനും തട്ടിപ്പ് നടത്തി പിരിവുശാല നടത്താനും പ്രവാചകനെ ദുരുപയോഗപ്പെടുത്തിയാൽ അവരുമായി അവസാന നാൾ വരെ സന്ധിയില്ലാ സമരം നടത്താൻ എസ്കെഎസ്എഫിന്റെ പ്രവർത്തകന്മാരുണ്ടാവും. ഇത് ചില്ലറ കാര്യമല്ല, ഏതെങ്കിലും ചില നൈമിഷികമായ സംഘടനാ പ്രചരണമല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെച്ചുകൊണ്ടാണ് കളി. അതുകൊണ്ട് ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ എസ്കെഎസ്എഫിന്റെയും സുന്നികളുടെയും കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഇതിനെ പ്രതിരോധിക്കുക ഞങ്ങളുടെ കടമയാണ്. ഇല്ലെങ്കിൽ ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ ഇതിൽ രാഷ്ട്രീയമായ പാർശ്വവൽക്കരണം ഇല്ല. ചിലർക്കൊക്കെ തെറ്റായ ചില ധാരണയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ എന്തിന് എന്ന്. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നേടാനും ചില വിലപേശുകൾ നടത്താനും രാഷ്ട്രീയ നേതാക്കളുടെയും സംഘടനകളുടെയും മുമ്പിൽ അത് വെച്ചുകൊണ്ട് വിലപേശാൻ ഒരുപക്ഷെ കാരണമായേക്കാം. ഞങ്ങൾക്ക് അത്തരക്കാരോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ഇത് നമ്മൾ തമ്മിലുള്ള ആശയപരമായ സംഘടനമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തും വിഘടിതരും തമ്മിലുള്ള സംഘടനാപരമായ ആശയപരമായ സംഘടനമാണ്. ഇവിടെ തോറ്റാൽ, അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടല്ല പ്രതികാരം തീർക്കേണ്ടത്, അങ്ങാടിയിൽ തീർക്കാൻ സാധിക്കണം. അത് മറ്റാരോടെങ്കിലും പ്രതികാരം ചെയ്യാനോ
മറ്റാരുടെങ്കിലും വിലപേശാനോ മറ്റാരെങ്കിലും പിന്നെ കാണാമെന്ന് പറയാനോ ഉപയോഗപ്പെടുത്തുന്നത് തോറ്റോടിയവർക്കുള്ള ഏർപ്പാടാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് പ്രതികാരം ചെയ്യുന്നത് ഭൂഷണമല്ല എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾക്കൊന്നേ ഇന്ന് പറയാനുള്ളൂ. നിങ്ങൾ 10,000 പൊതുയോഗം നടത്തിയാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് പറയുന്നത് മാത്രമേയുള്ളൂ. ഇതിൻ്റെ 10,000 സീഡികൾ ഞങ്ങൾ പുറത്തിറക്കും. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് തെളിവ് കൊണ്ടുപോവാ. തെളിവ് കൊണ്ടുവരാതെ 10,000 ലക്ഷം പൊതുയോഗം നടത്തിയാലും 10,000 കുപ്പി വെള്ളം വിറ്റാലും ഇതിന് മറുപടിയല്ല, തെളിവ് ആവശ്യമാണ്. നിങ്ങളിനി നടത്താൻ പോകുന്ന 10,000 പൊതുയോഗങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ മറുപടി പറയുന്നു. തെളിവ് എന്നുണ്ടോ അന്ന് ഞങ്ങൾ സ്വീകരിക്കും. അല്ലേ നിങ്ങളുമായുള്ള ആശയ സംഘടനത്തിൽ എന്നും ഞങ്ങളുണ്ടാവും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ SKSF-ന്റെ പ്രവർത്തകന്മാർ ഈ പൊതുവേദി ഇവിടെ സംഘടിപ്പിച്ചത് വ്യക്തമായ ഈ ധാരണയിൽ, വ്യക്തമായ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്വീകരിക്കൂ എന്ന എക്കാലത്തെയും നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതില്ലാത്ത കാലഘട്ടത്തോളം ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. വിഘടിതരുടെ കുപ്രചരണങ്ങളുടെ പിന്നിൽ കറങ്ങി സമൂഹത്തിലുണ്ടാകുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്നവ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇച്ഛാശക്തിയോടെയും കാര്യബോധത്തെയും കൂടി മനസ്സിലാക്കിയ പ്രവർത്തകന്മാർ ജാഗരൂകരാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഒരു മുടിയാണ് വിവാദത്തിലായത്. ഈ മുടി ആരുടേതാണ് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിലാണ് വിശദമായ അന്വേഷണങ്ങളുടെയും തെളിവുകളുടെയും ആവശ്യം വരുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് ആ മുടിയെന്ന് തെളിയിക്കപ്പെട്ടാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കാഴ്ചപ്പാട് പ്രകാരം ജീവിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതിനെ ആദരിക്കേണ്ട പോലെ ആദരിക്കുന്നോടത്ത് യാതൊരു ശങ്കയും നമുക്കില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷിപ്പുകൾ, അവിടുത്തെ തിരുശേഷിപ്പുകൾ, അതവിടുത്തെ മുടിയാകാം, അതല്ലെങ്കിൽ അവിടുത്തെ നഖമാകാം, അല്ലെങ്കിൽ അവിടുത്തെ പുതപ്പാകാം, അവിടുത്തെ ചെരുപ്പാകാം, എന്തുമായാലും അതിന് ബറക്കത്തെടുക്കുന്ന, അതിൻ്റെ തബറുക്കിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിൽ അത്തരത്തിലുള്ളൊരു ചിന്തയും വിശ്വാസവുമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. അങ്ങനെയല്ലെന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാ അർത്ഥത്തിലും എതിർക്കുന്നതോടൊപ്പം തന്നെ ഈ പരമമായ വിശ്വാസത്തിന് അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി എവിടെ നിന്നെങ്കിലോ ഏതെങ്കിലും ഒരു മുടിയുമായി വന്ന് ഇവിടെ പള്ളിയുണ്ടാക്കാനും അതോടൊപ്പം തന്നെ വെള്ളം മുക്കി കൊടുക്കാനും തയ്യാറാകുമ്പോൾ അത് കേവലം ഇത്തരത്തിൽ യാതൊരു തെളിവുമില്ലാതെ പറ്റിപ്പിക്കപ്പെടുന്ന തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തുന്ന ചൂഷണത്തിനെതിരായി ബഹുമാന്യനായ നാസർ ഫൈസ് സൂചിപ്പിച്ച പോലെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്ന പ്രഖ്യാപനമാണ് ഈ സദസ്സ്, ഈ തടിച്ചുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നടത്തുന്നത്. സത്യത്തിൽ ഈ മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു. എന്നാലും 99% അതായതിനു ശേഷവും നിൽക്കുന്ന ഒരു ശങ്കയെ ഇന്നലെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നതാണ് സത്യം. എന്തുകൊണ്ടെന്നാൽ ഈ പരിപാടി എങ്ങനെയെങ്കിലും നിർത്തിവെക്കണം, എന്ത് മസ്ലഹത്തുമാകാമെന്ന് ഈ മുടി നിലനിൽക്കുന്ന കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഈ മുടിയെ കുറിച്ച് പറയാൻ, വസ്തുതാപരമായി പറയാൻ അവർക്ക് സാധ്യമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അതാണ്, ഏറ്റവും നല്ല തെളിവ്. ധൈര്യമായി നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ കാരണവും അതാണ്. എത്രയോ ചില സമ്മർദ്ദങ്ങൾ വന്നപ്പോഴും ഈ വിഷയത്തിൽ മഹാരഥന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെയും അതോടൊപ്പം തന്നെ നേതാക്കന്മാരുടെയും സാദാത്യങ്ങളുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടും സമ്മതത്തെ മാനിച്ചുകൊണ്ടും തന്നെയാണ് ഇതുമായി മുന്നോട്ട് പോകാൻ തയ്യാറായത് എന്നത് അതിനെതിരായി വന്ന എല്ലാ ശക്തമായ സമ്മർദ്ദങ്ങളുടെയും മുമ്പിൽ ഒരൊറ്റ കാര്യം ബോധ്യമാകുന്നുണ്ട്: കയ്യിലൊന്നുമില്ല. SKSF ഇതുമായി പോയാൽ തങ്ങളുടെ 40 കോടിയും 400 കോടിയും വെള്ളത്തിലാകുമോ എന്ന പേടിയാണ്. അതുകൊണ്ട് ഈ വിഷയ സംബന്ധമായി ഇനിയും പ്രാമാണികമായി പറയാൻ ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല യർമൂക്ക് യുദ്ധത്തിൽ അവിടത്തെ തൊപ്പി പോയി എന്ന് വരുമ്പോൾ ആ തൊപ്പി തേടിപ്പിടിക്കാൻ വേണ്ടി തന്റെ അനുയായികളോട് പ്രത്യേകമായി ആവശ്യപ്പെടുകയും ആദ്യത്തെ തേടലിൽ കിട്ടാതെ വന്നപ്പോൾ വീണ്ടും വീണ്ടും അത് തേടിപ്പിടിക്കാൻ ആവശ്യപ്പെടുകയും അതിനുശേഷം ചുക്കിച്ചുളിഞ്ഞ ചവിട്ടി മെതിച്ചിട്ടുള്ള ഈ തൊപ്പി കിട്ടിയപ്പോൾ അത് മുത്തം വെക്കുകയും ചെയ്തപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം
അത് തുന്നിച്ചേർക്കപ്പെട്ട ഈ തൊപ്പി അത്രമേൽ വിശുദ്ധമാക്കി, അത്രമേൽ പാവനമാക്കി ആ മഹാനുഭാവൻ കാണുന്നത് നാം ചരിത്രത്തിൽ വായിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ കേശത്തോടുള്ള സ്വഹാബത്തിന്റെ രീതി തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കാഴ്ചപ്പാട്. ഏതെങ്കിലും ഒരു 0 അബ്ദുള്ള എഴുതിയാൽ പോകുന്നതല്ല ഈ വിശ്വാസം. പക്ഷെ അതിന്റെ പേരിൽ അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കുകയും എന്നിട്ട് തങ്ങളുടെ ഈ മുടി വ്യവസായം നടത്തുകയും ചെയ്യാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അതും നടക്കില്ല. കേരളത്തിൽ സുന്നി മക്കൾ തീർച്ചയായും അത് സമ്മതിക്കൂല. എന്തൊക്കെയാ പറയുന്നത്? കുറെ സ്വപ്നങ്ങളാണിപ്പോ, ആകെ സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നങ്ങളുടെ ഈ അടിത്തറ പണിത് വെച്ചിട്ടാണ് ഷെയ്ഖുനെ കൊണ്ടുവച്ച് ഇതാ മൂപ്പർക്ക് ഇതാ റസൂലുള്ള തന്നെ നേരിട്ട് അറബിയോട് ആവശ്യപ്പെട്ടതിന്റെ പ്രകാരമായി ഇതാ കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോ ആകെ പാഴായി പോയത് എന്നതിന്റെ മുമ്പിലാണെന്ന് മർക്കസ് കൂടാരം നിൽക്കുന്നത്. എന്തൊക്കെ സ്വപ്നങ്ങളാണ്! ഇപ്പൊ സനദ് പറഞ്ഞു വന്നപ്പോ ചില ബ്ലോഗുകളിൽ കാണുന്നത് സനദും ആവശ്യമില്ല എന്നാണ്. സനദും ആവശ്യമില്ല, സ്വപ്നം മതി. ഷാ വലിയുല്ലാഹി ദഹ്ലവി തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് രോഗബാധിതനായി കിടക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് താടിരോമം പറിച്ചിട്ട് കൊടുത്തു. ആ താടിരോമം കയ്യിൽ കിട്ടി, അവിടുത്തെ രോഗം മാറി. ഷാ വലിയുല്ലാഹി തങ്ങൾക്ക് അത് കൊടുക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെയും ആകാമെന്ന ബോധ്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നാസർ ഫൈസ് സൂചിപ്പിച്ച പോലെ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സൂചിപ്പിക്കാനുള്ളത്, പ്രകോപനങ്ങളുമായി അവർ നിങ്ങളുടെ ഗ്രാമാന്തരങ്ങളിലൂടെ നടന്നേക്കാം. എപ്പോഴും എല്ലാ സമയത്തും അതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി നമ്മുടെ ഈ കർമ്മ മേഖലയെ മുഴുവനായി അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ നാം തയ്യാറല്ല. SKSF ഒരുപാട് പണിയുണ്ട്. SKSF ഇനി മുന്നോട്ട് പോകുന്ന ഒരുപാട് കർമ്മ പദ്ധതികളുണ്ട്. ഇവരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള വഞ്ചനകളും അതോടൊപ്പം നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രകോപനങ്ങളുടെയും മുമ്പിൽ സംയമനം പാലിച്ചുകൊണ്ട് തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ വിഷയത്തിൽ കുറച്ചുകൂടി സംയമനത്തോടുകൂടെ തന്നെ പെരുമാറണമെന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. ചില കാര്യങ്ങളോട് സൂചിപ്പിച്ചല്ലോ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരവസരം എന്ന നിലക്ക് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി നൽകുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരവരുടേതായ ചില പണികളും അത്തരത്തിലുള്ള ചില തിരക്കുകളും ഉള്ളടക്ക് ഈ വിഷയത്തിൽ ഇപ്പോ ഇവിടെ നൽകുന്ന വിശദീകരണം കൊണ്ട് നിർത്തിവച്ചിട്ട് പിന്നെ ഇത് ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് പോലെ ഇത് ഇനിയും കൃത്യമായി പറയാൻ ബാധ്യതപ്പെട്ടവരത് പറയുന്നില്ലെങ്കിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് സംശയിക്കേണ്ട. ഇൻഷാ അല്ലാഹ് SKSF മുന്നിലുണ്ടാവും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയങ്കരനായ SKSF-ന്റെ മുൻ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ഉപാധ്യക്ഷനുമായ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നാസർ ഫൈസി കൂടത്തായി, ഈ വേദിയിലിരിക്കുന്ന ആദരണീയരായ ഉസ്താദുമാർ, സാദാത്തുക്കൾ, ഈ സദസ്സിൽ കൂടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള, സംസ്ഥാനത്ത് പുറത്തുനിന്നുമുള്ള ഉയർന്ന വ്യക്തിത്വങ്ങൾ, സംഘടനാ പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ SKSF-ന്റെ കർമ്മഭടന്മാരായ എൻ്റെ അനുജന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ കരളിൻ്റെ കരളായി സ്നേഹിക്കുന്ന ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്ന ബറക്കത്ത് കൊണ്ട്, പുണ്യം കൊണ്ട് തങ്ങളുടെ പേരിൽ നടത്തുന്ന ഏറ്റവും വലിയ ഈ വഞ്ചന തുറന്നു കാണിക്കാനും
അതുവഴി നബിത്തങ്ങൾ സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്നതും അവമതിക്കപ്പെടുന്നതും അവസാനിപ്പിക്കാനും കാരണമായി സജീവമായി എന്നാൽ സംയമനത്തോടെ ഭംഗിയായി പ്രവർത്തിക്കാനും വിജയിപ്പിക്കാനും നമുക്കേവർക്കും തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കട്ടെ. പരിമിതമായ സമയത്തിനകം വിഷയാധിഷ്ഠിതമായി കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. ആമുഖമായി കൂടുതലൊന്നും പറയുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പ്രവാചകരുടെ തിരുവിശേഷം മർക്കസിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വാർത്ത അവരുടെ ദിനപത്രത്തിൽ വരാറുണ്ട്. റബീഉൽ അവ്വൽ 12-ന് അത് പുറത്തെടുത്ത് വെള്ളം മുക്കി വെള്ളം കൊടുത്തു എന്നൊക്കെ ചെറിയ ചെറിയ വാർത്തകൾ വരാറുണ്ട്. ഞാനിത് കാണാറില്ല. ചില സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അങ്ങനെ വാർത്ത വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രഥമ ദൃഷ്ട്യാ തന്നെ 2 കാരണങ്ങളാൽ ഇത് സംശയം ജനിപ്പിച്ചു. ഒന്ന്, കാന്തപുരത്തെ നമുക്ക് വന്യരായ ഉസ്താദുമാരുടെയും നേരിട്ടും അടുത്തറിയാം. വാസ്തവിരുദ്ധമായ കാര്യങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും ഒരു ലജ്ജയുമില്ലാത്ത മാന്യ പണ്ഡിതനാണ് അദ്ദേഹം. രണ്ടാമത്തെ കാര്യം, ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമെങ്ങാനും ഇവർക്ക് യഥാർത്ഥത്തിൽ കിട്ടിയിരുന്നെങ്കിൽ അതുകൊണ്ട് ഈ രാജ്യമെമ്പാടും വലിയ ഒച്ചപ്പാടുണ്ടാക്കൂലേ? വാർത്താ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി കൊണ്ടുവരാൻ വേണ്ടി 10,001 വണ്ടികളും അകമ്പടികളും എന്തൊക്കെ ഉണ്ടാവും. ഇത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സത്യത്തിൽ ഉള്ളാൾ തങ്ങളെ ആദരിക്കാൻ വേണ്ടിയുള്ള ഷാള് കേരളത്തിലെ പ്രധാന മക്ബറുകളൊക്കെ കൊണ്ടു നടന്ന് ബർക്കത്തെടുത്ത് കൊടുത്തിട്ടാണ് ആദരിച്ചിട്ടുള്ളത്. ഒരു ഷാൾ ആദരിക്കാനുള്ളത്. ഇത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരണീയമായ ആ വിശുദ്ധമായ ഒരു കേശമെങ്ങാനും ഇവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര വലിയ സംഭവമാക്കുമായിരുന്നു. ഇതാണ് രണ്ടാമത്തെ വിഷയം. എന്തേതിങ്ങനെ ഒതുക്കി സൂക്ഷിക്കാൻ? അപ്പം എന്തായിരുന്നാലും ഇത് ശരിയാകാൻ സാധ്യതല്ല. നമുക്ക് മനസ്സ് വിളിച്ചു പറഞ്ഞു. സ്വാഭാവികമായും ഒരു ഉത്തരവാദപ്പെട്ട വിനീതനായ ഈ പ്രവർത്തകൻ എന്ന നിലയിൽ സംഘടനയ്ക്ക് വേണ്ടി നമ്മുടെ കോഴിക്കോട് സംസ്ഥാന ഓഫീസിൽ നിന്ന് നമ്മുടെ ഈ സംഘടനാ നേതാക്കൾ പല ഭാരവാഹികളുണ്ട്. ഞങ്ങൾ കാരന്തൂർ മർക്കസിൽ വിളിച്ചു. ഇതിൻ്റെ നിജസ്ഥിതി നേരിട്ടറിയാം. കാരണം നമ്മൾ രംഗത്ത്, സംഘടനാ രംഗത്ത് അനുഭവിക്കുന്ന 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ സംശയം ചോദിക്കാൻ തുടങ്ങി, ഇവിടെ തങ്ങളുടെ മുടിണ്ട് അതിന്റെ വെള്ളം കിട്ടും എന്ന് പറയുന്നത് പോകാൻ പറ്റുമോ? രണ്ടാമത്തൊന്ന്, ഏത് സംഘടനാ ക്യാമ്പിൽ ചെന്നാലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുള്ള ചോദ്യം, കാരന്തൂർ മർക്കസിൽ തങ്ങളുടെ മുടിണ്ട് എന്ന് പറയുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം? കാന്തപരവുമായി നമുക്ക് സംഘടനാപരമായ ഒരുപാട് വിയോജിപ്പുകളുണ്ട്. പക്ഷേ ആദർശ രംഗത്ത് നമ്മൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് തള്ളിപ്പറയാൻ പ്രയാസമുണ്ട്. കാരണം മുജാഹിദിന് ശക്തി പകരട്ടെ. അപ്പോൾ നിജസ്ഥിതി അറിഞ്ഞ് ഉള്ളതാണെങ്കിൽ ഉള്ളത് നമുക്ക് ബോധ്യപ്പെട്ട് അംഗീകരിക്കാമല്ലോ എന്ന നിലയിൽ ഞങ്ങൾ സംസ്ഥാന ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. അദ്ദേഹം സ്ഥലത്തില്ലെന്ന മറുപടി കിട്ടി. വിഷയം ഇന്നതാണ്, വിളിക്കുന്നത് ഞങ്ങൾ ഇന്ന ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യുക, അദ്ദേഹത്തിന്റെ ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസിന്റെ അദ്ദേഹത്തിന്റെ പുതിയാപ്പിളിന് അദ്ദേഹത്തിന് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. കൊടുത്തു, സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു 3-4 ദിവസത്തിനകത്തും നിങ്ങൾ നേരിൽ ചോദിച്ചോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിക്കാം, എന്നാലും പ്രാഥമികമായ വിവരം നമുക്കൊരു പ്രതീക്ഷ, ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി ഇത് എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. ഒരു വലിയ സംഭവമല്ലേ? അപ്പം അദ്ദേഹം അത് ഗുജറാത്തിനോ ബോംബെന്നോ എവിടുന്നോ മൂപ്പര് കിട്ടിയ എനിക്കതിനെ പറ്റിയാൽ ഞങ്ങൾ മൂപ്പരനെ വന്നിട്ട് നേരിൽ ചോദിച്ചോളിയാണ്. അപ്പം നമ്മളെ സംശയത്തിനേക്കാളും വലിയ ഉറപ്പ് മൂപ്പർക്ക് ഇത് എന്തായാലും ഇത് തങ്ങളെ മുടിയാതെ മൂപ്പർക്കും വിശ്വാസമല്ല. അങ്ങനെ 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ നാഷണൽ ദഅവ കോൺഫറൻസ് കോഴിക്കോട് നടക്കണം. ഞങ്ങൾ എല്ലാവരും ഓഫീസിലുണ്ട്. നമ്മൾ ഓഫീസിൽ ലാൻഡ് ഫോണിൽ നിന്ന് എ പിക്ക് വിളിച്ചു. എ പി അബൂബക്കർ മുസ്ലിയാർ വിളിച്ചപ്പോൾ 10 മണിക്ക് ഷെയ്ഖുന കൊടുക്കാന്ന് പറഞ്ഞു. 10 മണിക്ക് വിളിച്ചു. അദ്ദേഹമായി നീണ്ട ടെലിഫോൺ സംഭാഷണം നടത്തി. എങ്ങനെ സംസാരിച്ചാലും ഈ വിഷയത്തിലേക്ക് അത് എത്തില്ല. ഞാനത് വിശദീകരിക്കുന്നില്ല. തങ്ങളുടെ മുടിൻ്റെ മഹത്വം അതിങ്ങനെ പറയും, അതിനുള്ള വിഭാരത്തുകളും കാര്യങ്ങളും. ഞാൻ ചോദിച്ചത് അതിൻ്റെ ആ ഒരു എവിടുന്ന് കിട്ടി യാഥാർത്ഥ്യം നമുക്കൊരു ആത്മവിശ്വാസം വരും. വിശദാംശം നമുക്ക് പിന്നെ പറഞ്ഞാൽ മതി. അതിൽ മോനെ സംശയം വേണ്ട, എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 5 കൊല്ലം പഠിച്ച് എനിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ മർക്കസിൽ ഏൽപ്പിച്ചത്. മോനെ സംശയിക്കണ്ട. ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു വെച്ചു. ഇനി പ്രശ്നം ഉണ്ടാകണേ ഉസ്താദെ, വല്ല മുജാഹിദ് എതിർക്കണേ